അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് മെയിൻലി ഇവിടെ വന്നത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഒരു എക്സ്ട്രാ മൈക്ക് വെച്ചിട്ടാണ്. ബൈക്ക് നമ്മുടെ ഹെൽമെറ്റിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മെയിൻലി നമ്മൾ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ അങ്ങോട്ടും ഇങ്ങോട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കണ്ടുവരുന്നൊരു സാധനമാണ് നമ്മുടെ പുതിയ ഹിമാലയൻ 440 തിരിച്ചു വരുന്നു എന്നുള്ള കാര്യം. അതെ ഗൈസ്, ഇത് ശരിയാണ്. ഹിമാലയൻ 440 തിരിച്ചു വരുന്നുണ്ട്. പല ഫേമസ് യൂട്യൂബേഴ്സ് ഇതിനെപ്പറ്റിയുള്ള ന്യൂസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ജെന്യൂനിറ്റി എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ വന്നാൽ കൊള്ളാമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഞാനും ആക്ച്വലി ഹിമാലയൻ 400 വലിയൊരു ഫാൻ ബോയാണ്. 450 വന്നിട്ട് പോലും 411 ഞാൻ ഓപ്റ്റ് ചെയ്തേക്കുന്നത്. കാരണം ആ വണ്ടികളൊരു ഇഷ്ടം എനിക്ക് അതുപോലെ ഉണ്ട്. കാരണം നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഇഷ്ടമാണ് എനിക്ക് ഹിമാലയൻ 411 അപ്പം പുതിയത് വരുന്നത് നമ്മുടെ ഹിമാലയൻ 440 ആണ്. സ്പെക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രാം 440യുടെ സെയിം എഞ്ചിനായിരിക്കും പുതിയ ഹിമാലയൻ 440ക്ക് യൂസ് ചെയ്യുന്നത്. നമുക്ക് പവർ ഗെയിൻസിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ 1 bhp പവറും അതുപോലെ തന്നെ 2 Nm ഓഫ് ടോർക്കുമാണ് നമ്മൾ പുതിയ ഹിമാലയൻ 440ൽ നമുക്ക് ഇൻക്രീസായി കാണുന്നത്. അപ്പോൾ എന്തുവാലും വണ്ടി വന്നാൽ കൊള്ളാം. അപ്പം നിങ്ങൾ 411 നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് 440 അപ്ഗ്രേഡ് ചെയ്യാം. അതുമാത്രമല്ല, അതുകൊണ്ടല്ല, നിങ്ങൾക്ക് 411 ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ 411 തന്നെ പോയിക്കോ, ഒന്നും പറയത്തില്ല. ഒരു ഓഫ് റോഡർ, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓഫ് റോഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് 440 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം വണ്ടി എന്തായാലും വരട്ടെ. വന്നു കഴിഞ്ഞാൽ ഹിമാലയൻ്റെ ഒരു കളികളിൽ തന്നെ ആയിരിക്കും റോഡിൽ കാണുന്നത്. ഹിമാലയൻ 440 ഉണ്ട്, 450 ഉണ്ട്, അതുപോലെ തന്നെ പുതിയ ഹിമാലയൻ 750 വരുന്നുണ്ട്. അപ്പം എന്തുവാ നമുക്ക് ഫർദർ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പം ബൈ.